ഇവിടെ ജാതിഭേദം മതഭേദം സർവരും സോദരായി വാഴണമെന്ന് പറഞ്ഞ മഹാനായ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണിത്. അതുപോലെ പഞ്ചമിയെ സ്കൂളിലേക്ക് കൈപിടിച്ച് നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ നാടാണിത്. മന്നത്ത് പത്മനാഭൻ്റെ ഉൾപ്പെടെ അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നാടാണിത്. ഇവിടെ ജാതിയായിട്ട് വേർതിരിച്ചുകൊണ്ട് സാറ് പറഞ്ഞൊരു ഗുരുകുല സമ്പ്രദായം ഇവിടെ വരണമെന്ന്. അപ്പൊ ആ സമ്പ്രദായത്തില് താഴ്ന്ന ജാതിക്ക് പഠിക്കാനുള്ള യാതൊരു ജോർജ് അങ്ങനെ പറഞ്ഞോ? അല്ല, അന്തസത്ത ഉൾക്കൊള്ളണം. അതാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടേ ഉള്ളൂ. അതിനുണ്ടായ ഒരു ക്വാളിറ്റിയെ കുറിച്ചാ പറഞ്ഞ ഗുരുകുലം കൊണ്ടുവരണം. ആ സമയത്ത് തമ്മിലുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ആഴവുമാണ് സാർ ഉദ്ദേശിച്ചത്. അതിന്റെ പോസിറ്റീവ് മാത്രം എടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഗുരുകുലം എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചു എന്നുകൊണ്ട് അതിന് എന്റെ പോയിന്റ് എന്നാ വെച്ചാൽ ആ മേഡം പറഞ്ഞ മാതിരി രോഹിത് വെമുല മറ്റേ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ആ രോഹിത് വെമുല ആക്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ ഈ വിഷയങ്ങളെല്ലാം തീരും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് സർക്കാർ ഇടപെട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ആദിവാസി മേഖലയിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനം നടക്കുന്നത് ഈ സർക്കാരാണ്. ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലെ ഫ്ലൈറ്റ് സംവിധാനങ്ങൾ പോലെ എയർവേസ് ഡിപ്പാർട്ട്മെന്റ് പോലെ പഠിക്കുകയാണ്. താങ്കൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? അത് സർക്കാരിന് കാര്യമായി ഇടപെടാൻ കഴിഞ്ഞു ഇല്ലാന്നുള്ളതിന് തെളിവ് നമുക്ക് ഓരോന്ന് ഇപ്പൊ പ്രതിയെ പിടിക്കാത്ത അടക്കം കാര്യങ്ങൾ മുമ്പിലുണ്ട്. മാത്രമല്ല 7,800 കോടി ഇപ്പോ പിന്നോക്ക സമുദായത്തിന്റെ കുട്ടികൾ കിട്ടേണ്ട പണം പോലും ഡൈവേർട്ട് ചെയ്തിട്ടും അവർ ഉപയോഗപ്പെടുത്താത്ത സാഹചര്യത്തിൽ തള്ളിവിട്ടത് ഇതേ സർക്കാരാണ്. 10 വർഷക്കാലം രോഹിത് വെമുലയുടെ ആക്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സർക്കാരിന് ചെയ്യാമായിരുന്നു. ഡയറക്റ്റ് ഇടപെടാമായിരുന്നു. ഒരിടപെടലും ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. ഈ 10 വർഷം കാലം കൊണ്ട് തന്നെ ക്യാമ്പസിൽ ഇന്ന ചേഞ്ച് വന്നു, എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് വളർത്തിക്കൊണ്ട് വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ലാതെ പഴയ പ്രശ്നങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.